സർ, ഒരു ഇടവേളയ്ക്ക് ശേഷം സവർക്കറെ കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും സജീവമാവുകയാണ്. യഥാർത്ഥത്തിൽ സവർക്കറെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തേണ്ടതുണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ള രീതിയിലാണ് ചർച്ചകൾ നടത്തുന്നത്. അപ്പോൾ എന്റെ ഒരു ചോദ്യം, സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ സവർക്കറുടെ സ്ഥാനം എന്താണ്? നമ്മൾ സവർക്കറെ കൂടി സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലേക്ക് ഉൾപ്പെടുത്തേണ്ടതുണ്ടോ? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം തെറ്റായിട്ടാണ് പഠിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന് ആരംഭിച്ചു എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ഒരു അന്വേഷണം ആവശ്യമാണ്. നമ്മൾ പറയും ഒന്നാം സ്വാതന്ത്ര്യ സമരം, രണ്ടാം സ്വാതന്ത്ര്യ സമരം എന്നൊക്കെ പറയും. ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് 1857 എന്നാ പറയുക. പക്ഷെ അതിനു മുമ്പ് ഛത്രപതി ശിവജിയും റാണാ പ്രതാപനും അശോകനും അതുപോലെ തന്നെ വിക്രമാദിത്യനും ചന്ദ്രഗുപ്തനും പുരുഷോത്തമനും ഒക്കെ നടത്തിയത് സ്വാതന്ത്ര്യ സമരം അല്ലായിരുന്നു. ഇന്ത്യയുടെ ചരിത്രത്തിൽ വേലുത്തമ്പി ദളവ നടത്തിയത് സ്വാതന്ത്ര്യ സമരം അല്ലായിരുന്നു. കുഞ്ഞാലി മരക്കാർ നടത്തിയത് സ്വാതന്ത്ര്യ സമരം അല്ലായിരുന്നു. ഇങ്ങനെ ഓരോ പ്രദേശങ്ങളിലും മാത്രമല്ല ഭാരതം മുഴുവനായിട്ടും വിദേശ ശക്തികൾക്കെതിരെ ചെറുത്തുനിൽപ്പ് സംഘടിപ്പിക്കുകയും ജയിക്കുകയും തോൽക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊന്നും സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമല്ല എന്നും കേവലം കോൺഗ്രസ് നടത്തിയത് മാത്രമാണ് സ്വാതന്ത്ര്യ സമരമെന്നും തെറ്റായി പഠിപ്പിക്കുന്ന രീതിയിൽ നിന്നാണ് സവർക്കറെ നിർബന്ധപൂർവ്വം മാറ്റി നിർത്താനുള്ള പരിശ്രമം നടക്കുന്നത്. സത്യത്തിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകിയത് എന്തുകൊണ്ടാണ് എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. ഒന്നും രണ്ടും ലോകമഹായുദ്ധങ്ങൾ കഴിഞ്ഞു. രണ്ടാം ലോകമഹായുദ്ധം കഴിഞ്ഞ് സാമ്പത്തികമായി പറ്റെ തകർന്നു പോയ ഒരു രാജ്യമാണ് ബ്രിട്ടൻ. ആ ബ്രിട്ടന്റെ കീഴിൽ അന്ന് 100-ലധികം കോളനികളുണ്ട്. അതിലേറ്റവും വലിയ കോളനി ആയിരുന്നു ഇന്ത്യ. പക്ഷേ ജനസംഖ്യ കൊണ്ടും സാമ്പത്തിക ശേഷി കൊണ്ടും ആയുധബലം കൊണ്ടും പരിപൂർണമായിട്ട് തകർന്ന് പരാജയപ്പെട്ട് മണ്ണടിഞ്ഞു പോയ ബ്രിട്ടൻ കോളനികളെ ഒന്നടങ്കം കൈയൊഴിയേണ്ട ഗതികേടിലായിരുന്നു അന്ന്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ അതേ വർഷത്തിലും അതിന് തൊട്ടടുത്ത വർഷങ്ങളിലും ലോകരാജ്യങ്ങളിൽ എത്രയോ രാജ്യങ്ങൾക്ക് ബ്രിട്ടൻ സ്വാതന്ത്ര്യം കൊടുത്തു എന്നുള്ള സത്യം നമ്മളൊന്ന് അന്വേഷിച്ചു നോക്കൂ. അപ്പോൾ കാര്യം മനസ്സിലാവും. അപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തരിക എന്നുള്ളത് ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ ഒരു നടപടിയായിരുന്നു. ആ അനിവാര്യതയുടെ മുന്നിൽ കയറി നിൽക്കാൻ കോൺഗ്രസിന് സാധിച്ചു. കാരണം സ്വാതന്ത്ര്യ സമരം ആ കാലഘട്ടത്തിൽ നയിച്ചുകൊണ്ടിരുന്നത് കോൺഗ്രസ് ആണ്. അതുകൊണ്ട് കോൺഗ്രസ് പൊരുതി നേടിയതാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് എല്ലാവരെയും വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഇതിന്റെ പിന്നിൽ സായുധ കലാപത്തിൻ്റെതായിട്ടുള്ള ഒരു വലിയ ഏടുണ്ട്. ഇപ്പൊ നമ്മള് ഭഗത് സിംഗിനെ ഓർമ്മിക്കുന്നുണ്ടല്ലോ, രാജ്ഗുരുവിനെ ഓർമ്മിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവരുടെയൊക്കെ മാർഗം എന്തായിരുന്നു? എന്തിന് നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ മാർഗം എന്തായിരുന്നു? ഇങ്ങനെ നിരവധി ആൾക്കാർ ആയുധമെടുത്തുള്ള പോരാട്ടത്തിൽ കൂടി ബ്രിട്ടനെ അടിയറവ് പറയിപ്പിക്കണം, സ്വാതന്ത്ര്യം നേടണമെന്ന് ആഗ്രഹിച്ചവരാണ്. അവരതിനു വേണ്ടി പോരാടിയവരാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് വിനായക ദാമോദര സവർക്കർ. 1883 പൂനെയിലെ നാസിക് എന്ന് പറയുന്ന ജില്ലയിൽ ജനിക്കുകയും 1906 ബ്രിട്ടനിലേക്ക് ബാരിസ്റ്റർ പരീക്ഷയ്ക്ക് പഠിക്കാൻ വേണ്ടി പോവുകയും ചെയ്തു. എന്നാൽ പരീക്ഷാ പഠനം നല്ല നിലയിൽ പൂർത്തിയാക്കിയപ്പോൾ ബാരിസ്റ്റർ പദവി ലഭിക്കണമെങ്കിൽ ബ്രിട്ടീഷ് രാജ്ഞിയോട് കൂറും വിധേയത്വവും പുലർത്തുന്ന ഒരു പ്രതിജ്ഞ ചൊല്ലിയാൽ മാത്രമേ അത് ലഭിക്കൂ എന്നുള്ള ഒരു നിബന്ധന അവിടെ ഉണ്ടായിരുന്നു. അതായത് ഓത്ത് ഓഫ് അലീജിയൻസ് എന്നാണ് അതിനെക്കുറിച്ച് പറയുക. അതായത് ഞാൻ ബ്രിട്ടന്റെ സമഗ്രാധിപത്യത്തോടും ബ്രിട്ടീഷ് രാജ്ഞിയോടും എക്കാലത്തും കൂറും വിധേയത്വവും ഉള്ളവനായിരിക്കുമെന്നും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായിട്ടുള്ള യാതൊരു നിലപാടുകളും ഞാൻ സ്വീകരിക്കുകയില്ല എന്നും ദൈവനാമത്തിലോ ദൃഢപ്രതിജ്ഞയോ ചെയ്യണമായിരുന്നു. അതാണ് ഓത്ത് ഓഫ് അലീജിയൻസ് എന്ന് പറയുന്നത്. പക്ഷേ ഈ വിനായക ദാമോദർ സവർക്കർ പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ഒരു സത്യപ്രതിജ്ഞ ചെയ്ത് ബ്രിട്ടന്റെ അടിമയാകാൻ സാധ്യമല്ല. അതുകൊണ്ട് അങ്ങനെ സത്യപ്രതിജ്ഞ ചെയ്തിട്ട് എനിക്ക് ബാരിസ്റ്റർ ആവണ്ട എന്ന് പറഞ്ഞ ആദ്യത്തെ ഇന്ത്യക്കാരനാണ് വിനായക ദാമോദർ സവർക്കർ. മാത്രമല്ല ബ്രിട്ടനിലെ ഇന്ത്യ ഹൗസിൽ താമസിച്ചുകൊണ്ട് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായിട്ടുള്ള നിരന്തരമായ പോരാട്ടങ്ങൾ, സംഘടനാ പ്രവർത്തനങ്ങൾ എന്നിവ അദ്ദേഹം സംഘടിപ്പിച്ചു. അക്കാര്യത്തിൽ അദ്ദേഹം പുസ്തകങ്ങൾ എഴുതി, പ്രചരണങ്ങൾ നടത്തി. ബ്രിട്ടന്റെ കണ്ണിലെ കരടായി തീർന്ന ആ വ്യക്തിയെ ബ്രിട്ടീഷുകാർ കേസിൽപ്പെടുത്തി അറസ്റ്റ് ചെയ്ത് ഇരട്ട ജീവപര്യന്തരത്തിനാണ് ശിക്ഷിച്ചത്. എന്ന് പറഞ്ഞാൽ 50 വർഷക്കാലത്തേക്കാണ് ശിക്ഷിച്ചത്. അന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ആൻഡമാൻ നിക്കോബാറിലെ കാലാപാനി എന്ന ജയിലിലേക്ക് അയക്കുമ്പോൾ വിനായക ദാമോദർ സവർക്കറുടെ പ്രായം 27. ആ 27 വയസ്സുകാരന്റെ മേൽ ചുമത്തപ്പെട്ടിരിക്കുന്ന ഇരട്ട ജീവപര്യന്തം കഴിയണമെങ്കിൽ അദ്ദേഹം 77 വയസ്സ് വരെ 50 കൊല്ലക്കാലം ജയിലിൽ കിടക്കണം. അദ്ദേഹം ജയിലിൽ അടയ്ക്കപ്പെട്ടു.
ഇവിടെ നമ്മൾ അനുസ്മരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതേ സമയത്ത് ഇവിടെ കോൺഗ്രസ് ഉണ്ട്. സമാധാനത്തിന്റെ പാതയിലൂടെ സഹവർത്തിത്വം മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കോൺഗ്രസ്, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണ്ട, അതായിരുന്നു കോൺഗ്രസ് ആദ്യം പറഞ്ഞത്. ബ്രിട്ടീഷുകാരുടെ കൂടെ ഭരിക്കാനുള്ള ചെറിയൊരു അവസരം തന്നാൽ മതി, ഇതായിരുന്നു കോൺഗ്രസ് പറഞ്ഞിരുന്നത്. അതിനുശേഷം 1919 ഹോം റൂൾ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിലേക്ക് കോൺഗ്രസ് പതിയെ മാറുന്നത്. അതായത് ഞങ്ങൾക്ക് ഒരു ഭരണം, സ്വന്തമായ ഭരണം വേണം എന്ന് പറഞ്ഞു. അതും കഴിഞ്ഞ് 1942 ക്വിറ്റ് ഇന്ത്യ എന്ന് പറയാനുള്ള ധൈര്യം കോൺഗ്രസിന് ഉണ്ടാവുന്നത്. ഇതിനൊക്കെ പതിറ്റാണ്ടുകൾക്ക് മുമ്പ്, അരനൂറ്റാണ്ട് മുമ്പ് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകണം, ഇല്ലെങ്കിൽ ആയുധമെടുത്ത് നിങ്ങളെ പുറത്താക്കുമെന്ന് പറഞ്ഞ ധീര ദേശാഭിമാനിയാണ് വി ഡി സവർക്കർ. അങ്ങനെയാണ് വി ഡി സവർക്കറെ അറസ്റ്റ് ചെയ്ത് ആൻഡമാൻ നിക്കോബാർ ജയിലുകളിലേക്ക് അയക്കുമ്പോൾ അദ്ദേഹം അവിടെ 50 വർഷക്കാലത്തേക്ക് തടവിൽ കിടക്കുകയാണ്. ഏകാന്ത തടവ് 1 വർഷം, കഠിന തടവ് വേറെ. അതിൽ കൂടാതെ ആ ജയിലിൽ കഠിനമായ ജോലികൾ ചെയ്യണം. ബാരിസ്റ്റർ പരീക്ഷ പ്രശസ്തമായി പാസ്സായി തിരിച്ചു വന്ന ആളാണ്. ഓർത്തെടുക്കാത്തത് കൊണ്ട് മാത്രം ബാരിസ്റ്ററായിട്ട് ജോലി ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ ആളാണ് അദ്ദേഹം. ആൻഡമാൻ നിക്കോബാറിലെ കാലാപാനി ജയിലില് മരച്ചക്കിൽ എണ്ണയാട്ടുന്ന കാളകളെ അഴിച്ചു മാറ്റിയിട്ട് സവർക്കറെ കാളയുടെ സ്ഥാനത്ത് പൂട്ടി പുറത്തു നിന്ന് ചാട്ടവാറ് കൊണ്ട് അടിച്ച് കാളയെ പൂട്ടുന്നത് പോലെ പൂട്ടിച്ച ചരിത്രമാണ് കാലാപാനി ജയിലിൻ്റെത്. ആ ഭീകരമായിട്ടുള്ള കൊടിയ മർദ്ദനം ഏറ്റുവാങ്ങി അദ്ദേഹം 14 വർഷക്കാലമായി ജയിലിൽ കിടന്ന് അവസാനം പുറത്തു വരുമ്പോഴാണ് അറിയുന്നത് തന്റെ സഹോദരൻ തൊട്ടടുത്ത മുറിയിൽ ഉണ്ടായിരുന്നു. പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് അവർ കണ്ടുമുട്ടുന്നത്, ആ സത്യം അറിയുന്നത്. ഞാൻ ഇത് ഇത്രയും കൃത്യമായി പറയാൻ കാരണം, മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും ഒക്കെ തടവിൽ കിടന്നതിന്റെ ചരിത്രം പറയുന്നവർ ഒരു കാര്യം മറന്നു പോകരുത്. അവരൊക്കെ കിടന്നത് കൊട്ടാരങ്ങളിലാണ്, സർക്കാരിന്റെ അതിഥികളായിട്ടാണ്. രാവിലെയും വൈകുന്നേരവും നടക്കാൻ പോകാം, ബാഡ്മിന്റൺ കളിക്കാം, വ്യായാമം ചെയ്യാം, നീന്തൽ കുളങ്ങളിൽ നീന്തി തുടിക്കാം, സിഗരറ്റ് വലിക്കാം, ചുരുട്ട് വലിക്കാം, എന്നിട്ടോ എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എഴുതാം, ഇന്ത്യയെ കണ്ടെത്തൽ പുസ്തകം എഴുതാം. ഇങ്ങനെ രാജകീയമായിട്ട് ആഘോഷിക്കുകയായിരുന്നു മഹാത്മാഗാന്ധിയും നെഹ്റുവും ജയിൽവാസം എന്നതിന്റെ പേരിൽ. അതല്ല വി ഡി സവർക്കർ അനുഭവിച്ച കൊടിയ യാതനകൾ. ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഓർക്കണം. വി ഡി സവർക്കർ എത്ര കാലം ജയിലിൽ കിടന്നോ അതിന്റെ 10-1 കാലം പോലും ഗാന്ധിജിയും നെഹ്റുവും ജയിലിൽ കിടന്നിട്ടില്ല ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി. അപ്പോൾ ആരാണ് സവർക്കർ? അങ്ങനെ സവർക്കറുടെ ആ ഒരു അവസ്ഥ ഇന്നത്തെ സമൂഹം അറിഞ്ഞാൽ ഗാന്ധിയുടെയും നെഹ്റുവിന്റെയും കോൺഗ്രസിന്റെയും പകിട്ടും പളവളപ്പും അസ്തമിക്കുമെന്ന് അറിയാവുന്നത് കൊണ്ടാണ് ആ സവർക്കറെ ചവിട്ടി പുറത്താക്കാൻ കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസുകാരനും കൈകോർത്ത് നിൽക്കുന്നത്. അപ്പോ ഈ രാജ്യത്തിന്റെ ചരിത്രം അറിയണമെങ്കിൽ, സ്വാതന്ത്ര്യ സമരത്തിന്റെ പോരാട്ടങ്ങളുടെ ചരിത്രം അറിയണമെങ്കിൽ അതിന് സവർക്കറെയും സവർക്കറുടെ ചരിത്രത്തെയും പഠിപ്പിക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ അത് ജനങ്ങൾ അറിഞ്ഞാൽ കോൺഗ്രസിന്റെ ഇന്നത്തെ പ്രസക്തി നഷ്ടപ്പെടുമെന്നുള്ള ഭയം കൊണ്ടാണ് സവർക്കറെ പുറത്തു നിർത്താനും വർഗീയവാദിയാക്കാനും ആഗ്രഹിക്കുന്നത്. സവർക്കർ ജയിലിലേക്ക് പോകുന്ന 1910 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വിദൂരമായ ഒരു സ്വപ്നം മാത്രമായിരുന്നു. എന്നാൽ അദ്ദേഹം തിരിച്ച് ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നുണ്ട്. എങ്ങനെയാണ് ജയിലിൽ നിന്ന് പുറത്തേക്ക് വരാൻ കാരണമെന്ന് കൂടി പറയാം. കൊടിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങി ആവശ്യത്തിന് ഭക്ഷണം പോലും ഇല്ലാതെ കടുത്ത ന്യൂമോണിയ ബാധിച്ച് ജയിലിൽ കിടന്ന് മരിക്കും എന്ന ഒരു അവസ്ഥ വന്നപ്പോൾ ബ്രിട്ടീഷുകാർക്ക് ഭയമായി. സവർക്കർക്ക് ഈ രാജ്യത്തുള്ള സ്വാധീനം ബ്രിട്ടീഷുകാർക്ക് അറിയാം. കാരണം ബ്രിട്ടനിലേക്ക് ബാരിസ്റ്റർ പരീക്ഷ പഠിക്കാൻ പോകുന്നതിന് മുൻപ് നവഭാരത എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു വലിയ സംഘടനയുണ്ട്. രഹസ്യമായി ഇന്ത്യ മുഴുവൻ പ്രവർത്തിക്കുന്ന അത്തരം ഒരു സംഘടന അദ്ദേഹം രൂപം കൊടുത്തിരുന്നു. അപ്പോൾ ആ നവഭാരത സംഘടനയ്ക്ക് ശേഷം സ്വാധീനം ഉറപ്പിച്ച വ്യക്തിയാണ് അദ്ദേഹം. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഇന്ത്യയിലെമ്പാടും ആരാധകരുണ്ട്. ആ ആരാധകർ ഉണ്ടാക്കിയേക്കും ജയിലിൽ കിടന്ന് വി ഡി സവർക്കർ മരിച്ചാൽ എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ആ വലിയ ജനകീയ മുന്നേറ്റം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒരു സമരം ആരംഭിക്കുകയാണ്. ആ സമരത്തിൽ ഈ പറയുന്ന സവർക്കർ സഹോദരന്മാരെ പുറത്തുവിടണം എന്ന ആവശ്യം ഉന്നയിച്ചു. അങ്ങനെ മഹാത്മാഗാന്ധിയുടെ ആ ആവശ്യം യഥാർത്ഥത്തിൽ ഈ സവർക്കറെ പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടി സഹായിച്ചു എന്നുള്ളത് വളരെ വലിയ സത്യമാണ്. അന്ന് യങ് ഇന്ത്യയിൽ മഹാത്മാഗാന്ധിയാണ് ആദ്യമായി വി ഡി സവർക്കറെ വീര സവർക്കർ എന്ന് വിശേഷിപ്പിക്കുന്നത്. ആ വീര സവർക്കർ പുറത്തേക്ക് വരുമ്പോൾ ഇവിടെയും അദ്ദേഹത്തെ കാത്തിരുന്നത് ജയിലാണ്. യർവാദ ജയിലിലും ആലിപ്പൂർ ജയിലിലുമായിട്ട് 4 വർഷക്കാലം അദ്ദേഹത്തെ ഇന്ത്യയിലെ വൻകരയിൽ കൊണ്ടുവന്നിട്ട് ജയിലിൽ തന്നെ ഇട്ടു.
10 വർഷക്കാലം വീട്ടുതടങ്കലിൽ ഏകാന്തവാസത്തിലിട്ടു. അങ്ങനെ വീണ്ടും അദ്ദേഹം 14 വർഷക്കാലം ഇവിടെയും ജയിലിൽ കിടന്നു, 14 വർഷക്കാലം അവിടെയും ജയിലിൽ കിടന്നു. ഇതല്ലേ സത്യം? ഇപ്പോൾ ഇവിടെ മാപ്പെഴുതി കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ വിവാദങ്ങൾ ഉണ്ടാവുന്നുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ നെഹ്റുവും ഗാന്ധിയും പട്ടേലും അംബേദ്കറും സി രാജഗോപാലാചാരിയും അടക്കമുള്ള വമ്പൻ നേതാക്കന്മാർ ബ്രിട്ടനിൽ പോയി ബാരിസ്റ്റർ ലോ പരീക്ഷ പാസ്സായി ബാരിസ്റ്റർ ആകുന്നതിന് മുൻപ് ഓത്ത് ഓഫ് ലീജിയൻസ് എടുക്കുന്ന സമയത്ത് ഞാൻ ബ്രിട്ടീഷ് രാജ്ഞിക്കും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനും വിധേയമായി ജീവിച്ചു കൊള്ളാമെന്നും ഒരു കാലത്തും അവിടുത്തെ ഉത്തരവുകൾക്കും നിയമ സംവിധാനങ്ങൾക്കും എതിരായിരിക്കുകയില്ല എന്നും സത്യം ചെയ്യുന്നു എന്ന് പറഞ്ഞ് എഴുതി കൊടുത്ത് ഒപ്പിട്ടവരാണ് ഇവരൊക്കെ. എന്നിട്ട് ഇന്ത്യയിൽ വന്നിട്ട് അവർ സ്വാതന്ത്ര്യ സമരം നയിച്ചില്ലേ? അതിനെ എന്താ ആരും കുറ്റപ്പെടുത്താത്തത്? ഇതേപോലെ തന്നെ ജീവപര്യന്തം തടവ് കിട്ടുന്ന ഒരു വ്യക്തിക്ക് ജയിലിൽ കിടക്കുമ്പോൾ ഓരോ 3 വർഷം കൂടുമ്പോഴും ദയാഹർജി കൊടുക്കാം. നമ്മുടെ ഇന്ത്യൻ നിയമം അത് അനുശാസിക്കുന്നുണ്ട്. ബ്രിട്ടീഷ് നിയമം അങ്ങനെ തന്നെയാണ്. അതായത് കീഴ്ക്കോടതിയിൽ എതിരായിട്ട് വിധിച്ചാൽ മേൽക്കോടതിയിൽ പോകാം, മേൽക്കോടതി എതിരായിട്ട് വിധിച്ചാൽ ഹൈക്കോടതിയിൽ പോകാം, ഹൈക്കോടതി എതിരായിട്ട് വിധിച്ചാൽ സുപ്രീം കോടതിയിൽ പോകാം, സുപ്രീം കോടതി എതിരായിട്ട് വിധിച്ചാൽ രാഷ്ട്രപതിയുടെ അടുത്ത് പോകാം, രാഷ്ട്രപതിക്ക് ദയാഹർജി കൊടുത്ത് തള്ളിയാൽ വീണ്ടും കൊടുക്കാം. ഇതൊക്കെ ഈ പ്രൊവിഷനാണ്, ലീഗൽ പ്രൊവിഷൻസ് ആണ്. ആ ലീഗൽ പ്രൊവിഷൻ മാത്രമാണ് വിനായക ദാമോദർ സവർക്കർ ഉപയോഗിച്ചത്. അപ്പോൾ നിയമപരമായിട്ട് അപ്പീൽ കൊടുക്കുന്നത് പോലെയുള്ള അടുത്ത നടപടി മാത്രമാണ് ഇത്. അതേ കാര്യം തന്നെ ഇവിടെ മറ്റു കോൺഗ്രസ് നേതാക്കന്മാർ ചെയ്യുമ്പോൾ അതിന് യാതൊരു കുറ്റവുമില്ല. എന്നാൽ ഈ നടപടിക്രമം, ഒഫീഷ്യൽ നടപടിക്രമം ചെയ്യുമ്പോൾ അതിനെ ദുർവ്യാഖ്യാനം ചെയ്യുകയാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും. ഞാൻ ചോദിക്കട്ടെ, നമ്മളൊക്കെ ഇപ്പോഴും വില്ലേജ് ഓഫീസിലും പഞ്ചായത്ത് ഓഫീസിലും ചെല്ലുമ്പോൾ അപേക്ഷ കൊടുക്കാറില്ലേ? ആ അപേക്ഷ എഴുതിയിട്ട് ഏറ്റവും അവസാനം നമ്മൾ എഴുതുന്ന ഒരു ചെറിയൊരു സെന്റൻസ് ഉണ്ട്. അതെന്താണ്? എന്ന് വിശ്വസ്ത വിധേയൻ ഒപ്പ്. ഇത് ഒരു വില്ലേജ് ഓഫീസർക്ക് വിശ്വസ്ത വിധേയൻ ഒപ്പം എഴുതി കൊടുത്തു കഴിഞ്ഞാൽ വില്ലേജ് ഓഫീസറുടെ വീട്ടിൽ പോയി വീട്ടുപണി ചെയ്യണമെന്നാണോ അതിന്റെ അർത്ഥം? അങ്ങനെയാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഒരിക്കലുമല്ല. അപ്പോൾ ആ നടപടിക്രമം മാത്രമാണ് വിനായക ദാമോദർ സവർക്കറും ചെയ്തത്. അത് തന്നെയാണ് ഗാന്ധിജിയും നെഹ്റുവും പട്ടേലും അംബേദ്കറും ഒക്കെ ചെയ്തത്. അപ്പോൾ ഗാന്ധിജിയും നെഹ്റുവും പട്ടേലും അംബേദ്കറും അങ്ങനെ പറഞ്ഞാൽ അതിന് തെറ്റില്ല. വിനായക ദാമോദർ സവർക്കർ അതേ വാചകം തന്നെ എഴുതിയാൽ അത് തെറ്റാണ്. ഇതാണ് ഇരട്ടത്താപ്പ്. അപ്പോൾ ഇങ്ങനെയുള്ള ചരിത്രപരമായ ഇരട്ടത്താപ്പിനെ പൊളിച്ചു കീറേണ്ട ആവശ്യം നമുക്കുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇടതുപക്ഷക്കാരും വിനായക ദാമോദർ സവർക്കറെ വിമർശിക്കുന്നുണ്ടല്ലോ. എന്താ വിമർശിക്കാനുള്ള അവകാശം? സഖാവ് EMS നമ്പൂതിരിപ്പാട് എഴുതിയ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന്റെ 223-ാമത്തെ പേജിൽ അദ്ദേഹം വിനായക ദാമോദർ സവർക്കറിന്റെ പടം കൊടുത്തിട്ട് തീരെ ദേശാഭിമാനിയായിട്ടുള്ള വിപ്ലവകാരി എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. EMSന് അങ്ങനെ വിശേഷിപ്പിക്കാമെങ്കിൽ ഇന്നത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ എന്താ ഇത്ര വിഷമം? അതേപോലെ തന്നെ സഖാവ് AKG 1957 ഇന്ത്യൻ പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന കാലത്ത് ആ പാർലമെന്റിൽ ഒരു സ്വകാര്യ പ്രമേയം വരുന്നുണ്ട്. വിനായക ദാമോദർ സവർക്കർക്ക് അടക്കമുള്ള സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് പെൻഷൻ അനുവദിക്കണം. അന്ന് ആ പറയുന്ന പ്രമേയത്തിന്റെ അടിയിൽ എഴുതി ഒപ്പിട്ടവൽ ഒരാൾ സഖാവ് AKG ആണ്, കമ്മ്യൂണിസ്റ്റുകാരുടെ നേതാവ് സഖാവ് AKG. പക്ഷെ ആ പ്രമേയത്തിന് അവതരണാനുമതി കോൺഗ്രസ് സർക്കാർ നിഷേധിച്ചപ്പോൾ ഇന്ത്യൻ പാർലമെന്റിനെ പിടിച്ചു കുലുക്കിയ പ്രസംഗം നടത്തിക്കൊണ്ട് സവർക്കറുടെ അടക്കം പെൻഷന് വേണ്ടി വാദിച്ച ചരിത്രം സഖാവ് AKGയുടേതാണ്. അപ്പോൾ സഖാവ് AKGക്കും EMSനും അറിയാവുന്ന സവർക്കറെ ഇന്നത്തെ കമ്മ്യൂണിസ്റ്റുകാരനെ അറിയാൻ വയ്യ എന്ന് പറഞ്ഞാൽ അതിന്റെ പേരാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. മുസ്ലിം വോട്ട് ബാങ്കിനെ പേടിച്ച് മുട്ടിടിച്ച് മൂത്രമൊഴിക്കുന്ന കോൺഗ്രസ്സുകാരനും കമ്മ്യൂണിസ്റ്റുകാരനും ഇന്ന് സവർക്കറെ തള്ളിപ്പറഞ്ഞേ പറ്റൂ, അല്ലെങ്കിൽ മുസ്ലിമിന്റെ വോട്ട് കിട്ടില്ല. അപ്പോൾ മുസ്ലിമിന്റെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ശരി നാടകമാണ് ഇന്ന് കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസ്സുകാരനും കളിക്കുന്നത്. അതുകൊണ്ടാണ് വിനായക ദാമോദർ സവർക്കറെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നുണപ്രചരണം നടത്തുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.